എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ലെസൺ ആണ്. അതിന്റെ നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയിൽ ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി നമുക്കിത് നോക്കാം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത്തിരി ടഫായിട്ട് തോന്നും, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. The picture shows a rectangle divided into two parts. അല്ലേ? പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു റെക്ടാങ്കിൾ 3 സെന്റിമീറ്റർ വീതിയും 3.5 സെന്റിമീറ്റർ നീളമായിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ആ റെക്ടാങ്കിളിനെ ഒരു ബ്രോക്കൺ ലൈൻ കൊണ്ടാണ് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Draw a straight line to divide the rectangle into two other parts of the same area. Calculate the areas of these parts. ബ്രോക്കൺ ലൈനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്താലും പോരാ, ഇപ്പൊ ഉള്ള ആ രണ്ട് പാർട്ടിന്റെ ഏരിയയിൽ വ്യത്യാസം വരാൻ പാടില്ല. ആ ഏരിയ തന്നെ നിലനിർത്തിക്കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ഫിഗർ ഇതാണ്. ഒരു റെക്ടാങ്കിൾ 2, 3 എന്ന് പറയുമ്പോൾ ഈ മൊത്തം ഈ ലെങ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്, വിഡ്ത്ത് 3 സെന്റിമീറ്റർ ആണ്. ഇതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടല്ല ഭാഗിച്ചിട്ടുള്ളത്, ഒരു ഒടിഞ്ഞ പോലത്തെ ഒരു ലൈൻ കൊണ്ടാണ്. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നു, പിന്നെ ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നു, ഇങ്ങനെയാണ് ഭാഗിച്ചിരിക്കുന്നത്. ഇപ്പോ ഇതിന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിന്റെ ഏരിയക്ക് വ്യത്യാസം വരാതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏരിയക്ക് വ്യത്യാസം വരാൻ പാടില്ല. മാത്രമല്ല രണ്ട് സെപ്പറേറ്റ് ഈ ഭാഗത്തിന്റെയും ഈ ഭാഗത്തിന്റെയും ഏരിയ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് വെവ്വേറെ. അപ്പൊ അതവിടെ കിടക്കട്ടെ. ആദ്യം നമുക്ക് ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാന്ന് നോക്കാം. അപ്പോ ഇതാണ് ആദ്യത്തെ പീസ്. അപ്പൊ ഈ പീസിന് നമുക്കൊരു കാര്യം ചെയ്യും. ഈ ഒടിഞ്ഞ ഭാഗത്തിന് നമുക്ക് ഇങ്ങനെ നേരെ ഈ രണ്ട് പോയിന്റ്സിന്റെ തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ഒരു കഷ്ണം അവിടെ കിടക്കട്ടെ. ഈ ഒരു കഷ്ണത്തിൽ നമുക്ക് ഒന്നും ചെയ്യണ്ട. ഇതിനെയാണ് നമുക്ക് മാറ്റാനുള്ളത്, അല്ലെ? ഇതിലാണ് ഈ ഒടിഞ്ഞ ഭാഗം വരുന്നത്. ഇതിനെ മാറ്റിയിട്ട് നേരെയാക്കണം. അപ്പൊ നേരെയാക്കാനായിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. അതെന്താ? ഇതിപ്പോ ഒരു ട്രയാങ്കിളായി മാറി. ഈ ട്രയാങ്കിളിന്റെ ബേസ് ഇതായിട്ട് എടുക്കാം. ഈ ലൈൻ നമ്മളിപ്പോ വരച്ച ലൈൻ ബേസ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഈ ബേസിന് ഓപ്പോസിറ്റിൽ എടുക്കുന്ന ഈ വെർട്ടെക്സിലൂടെ നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കും. ഇനി ഈ പോയിന്റിൽ നിന്നും നമ്മൾ ഈ പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന ഈ പോയിന്റിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചു. അപ്പൊ ഇതിന്റെ പാരലൽ ആയിട്ടുള്ള ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലേക്ക് നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് യോജിപ്പിച്ചു. അപ്പൊ പുതിയൊരു ട്രയാങ്കിൾ കിട്ടി. അപ്പൊ ഈ ബ്രോക്കൺ ഈ ഒരു ട്രയാങ്കിളിന്റെ അതേ ഏരിയയിലേക്കും പുതുതായി കിട്ടിയിരിക്കുന്ന ഈ ട്രയാങ്കിൾ, അല്ലെ? അപ്പൊ അതേ ഏരിയയുള്ള ഒരു സ്ഥാനം കിട്ടിയില്ലേ നമുക്ക്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതിനെ ഇങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ അങ്ങോട്ട് കളയാം. അപ്പൊ എന്തായി മാറി? നമ്മൾക്ക് മുന്നേ നമ്മളുടെ ഫിഗറിൽ ഉണ്ടായിരുന്ന ആ ബ്രോക്കൺ ലൈന് പകരം നമ്മളിപ്പോ സ്ട്രെയിറ്റ് ലൈൻ ആക്കി വരച്ചു, എന്ന ഏരിയ ചേഞ്ച് ആയിട്ടില്ല. അതായത് ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ലൈൻ നമ്മൾ കൂട്ടി യോജിപ്പിച്ചുല്ലോ. ആ കൂട്ടി യോജിപ്പിച്ച് ഇപ്പുറത്തെ ഭാഗത്തിന് ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ആ ബ്രോക്കൺ ആയിട്ട് കിടന്നതിന്റെ ആ ഒരു ട്രയാങ്കിളിനെ മാത്രമാണ് നമ്മൾ മാറ്റുന്നത്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയക്ക് വ്യത്യാസം വരാത്ത വിധത്തിൽ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് നമ്മൾ ആ ട്രയാങ്കിളിനെ ഒന്ന് പുതുക്കി വരച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ബാക്കിയൊക്കെ മാച്ച് കളഞ്ഞപ്പോ നമുക്ക് പുതിയ ഒരു എന്താ പറയുന്നതിനെ ഒരു ക്വാഡ്രിലേറ്റർ അല്ലെങ്കിൽ ഒരു ട്രപ്പീസിയം കിട്ടി. ട്രപ്പീസിയം എന്ന് പറഞ്ഞാ ഏതെങ്കിലും ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആവണമെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നോക്കി, ഇതിന്റെ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ അല്ലേ? അപ്പൊ ഇതൊരു ട്രപ്പീസിയാണ്. അങ്ങനെ ഒരു ട്രപ്പീസിയമായിട്ട് മാറി നമുക്ക് ഈ റെക്ടാങ്കിളെ രണ്ടായിട്ട് ഭാഗിക്കുകയും ചെയ്തു. ഇനി ആ ആദ്യത്തെ ഫിഗറിനെ ഞാൻ വീണ്ടും എടുത്ത് വരച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിട്ടുള്ള ഫിഗറാണ് എളുപ്പം. ആ ഫിഗറിനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നിട്ടുള്ള മെഷേഴ്സ് ആണ് ഇതെല്ലാം. ആ തന്നിട്ടുള്ള മെഷേഴ്സ് ഒക്കെ ഞാനിതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. അപ്പൊ ഈ ഒരു പീസിന്റെ കണ്ടുപിടിക്കണം, ഈ ഒരു പീസിന്റെയും കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം ഇതിന്റെ കണ്ടുപിടിക്കാം. ഇതിന്റെ കണ്ടുപിടിക്കാനായിട്ട് ഇതിപ്പോ ഒരു പെന്റഗൺ ആണ്, അല്ലെ? 1, 2, 3, 4, 5 സൈഡുകളുണ്ട്.
ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ മെഷർ വന്നിട്ടുണ്ട് ഒരു ലൈൻ, ഒരു ഡോട്ടഡ് ലൈൻ, അതിനെ ഇങ്ങോട്ട് യോജിപ്പിക്കാം. അപ്പൊ ഇതിനെ മാത്രം ഒരു പേര് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ശരിയാവില്ല. ABCD എന്ന് പറഞ്ഞിരിക്കുന്ന റെക്റ്റാങ്കിൾ, ഈ ലൈൻ നമുക്ക് E എന്ന് തരുള്ളൂ. ഇത് F, ഇത് GH ഇങ്ങനെ എടുക്കട്ടെ. ഇതിലെ EDFG ഈ ഒരു ട്രപ്പീസിയം മാത്രം എടുക്കാം. FG എന്ന് പറഞ്ഞിരിക്കുന്ന ട്രപ്പീസിയത്തിന്റെ ആദ്യ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് വേണ്ടത്? പാരലൽ സൈഡുകളുടെ ലെങ്ത് വേണം, ആ പാരലൽ സൈഡുകൾ തമ്മിലുള്ള അകലവും വേണം. മനസ്സിലായില്ലേ? പാരലൽ സൈഡുകളുടെ ലെങ്ത് നമുക്കിവിടെ അറിയാം. ഇത് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് സൈഡുകൾ 2 and 3 ആണ്. ഇനി ഹൈറ്റ്, ഈ രണ്ട് പാരലൽ ലൈൻസ് തമ്മിലുള്ള ഇത് എത്രയാണ്? ഹൈറ്റ് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പ ഹാഫ് H into A plus B അല്ലെ? ഹാഫ് H into A plus B എന്നാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല. ഈ A plus B എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും പാരലൽ സൈഡുകളുടെ ലെങ്ത് ആണ്. പാരലൽ സൈഡുകളുടെ ലെങ്ത് നമുക്ക് ഇവിടെ അറിയാം, 2 ഉം 3. അപ്പൊ എന്ത് വരും? ഹാഫ് ഇൻറ്റു H2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്, 2 ഇൻറ്റു A plus B, 2 plus 3 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ ഈ 2 ഉം 2 ഉം പോയി ബാക്കി 5 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഈ ഒരു കഷ്ണത്തിന്റെ മാത്രം ഏരിയ. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു കഷ്ണത്തിന്റെ കൂടി, ഇതും ഒരു ട്രപ്പീസിയം തന്നെയാണ്, ഇതിന്റെ കൂടി കണ്ടുപിടിച്ചത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇത് മൊത്തത്തിന്റെ ഏരിയ കിട്ടി നമുക്ക്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ മാത്രം എടുക്കുമ്പോ ഈ ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ AEGH എന്നാണ് ഇതിന്റെ പേര് അല്ലെ? ട്രപ്പീസിയം AEGH. അതില് ഇതേപോലെ തന്നെ ഹാഫ് H into A plus B ഇട്ടിട്ട് ചെയ്യണം. ഹൈറ്റ് എത്ര വരാ? ഹൈറ്റ് ഇവിടെ മുതൽ ഇവിടെ വരെ മൊത്തം 3 സെന്റിമീറ്റർ ആണ്. അതിൽ ഇവിടെ വരെ മാത്രം 2 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, 2. അപ്പൊ ഇത് എത്ര ഉണ്ടാവും? 1. അപ്പൊ ഹൈറ്റ് കിട്ടി 1. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പാരലൽ സൈഡുകളുടെ ലെങ്ത് ആണ്. അതിൽ ഇവിടെ ഈ സൈഡിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ ആണ്, ഇത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ വരാ? ഹാഫ് ഇൻറ്റു ഹൈറ്റ് 1 ഇൻറ്റു A plus B എന്ന് പറയുമ്പോൾ 3 plus 1 4. അപ്പൊ 3 plus 1 4. അപ്പൊ 2 കിട്ടി. 2 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഈ ഭാഗത്തിന്റെ ഏരിയ. ഇത് 5 ആണ്. അപ്പൊ മൊത്തം ഈ AHGFD എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പെന്റഗണിന്റെ എത്ര വരാ? മൊത്തം ഏരിയ 5 ഉം 2 ഉം 7 സ്ക്വയർ സെന്റിമീറ്റർ ആണ് മൊത്തം ഇതിന്റെ ഏരിയ വരാൻ. അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ കിട്ടി. ഇനി വേണ്ടത് ഇതിന്റെ. ഇനി ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കും. ഇതിന്റെ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? കാരണം ഇതൊരു റെക്ടാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മൊത്തത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രം മതി. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ABCD. ഇത് മൊത്തം ലെങ്ത് 2 plus 3 എത്ര വരാ? 5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ABCD എത്ര വരാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽസ് 15 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഈ റെക്ടാങ്കിളിന്റെ മൊത്തത്തിലുള്ള ഏരിയ. അതിന്റെ ഈ ഒരു കഷ്ണത്തിന്റെ ഏരിയ, അതായത് AHGFD എന്ന് വരെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടാ. AHGFD എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പെന്റഗണിന്റെ മാത്രം, ഈ ഒരു ഭാഗത്തിന്റെ മാത്രം ഏരിയ എത്ര വരുന്നത്? നമ്മൾ കണ്ടുപിടിച്ചു 7 സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ HBCFG എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാധനത്തിന്റെ ഏരിയ എത്ര വരും? 15 minus 7 equals 8 സ്ക്വയർ സെന്റിമീറ്റർ വരും. അപ്പൊ വെവ്വേറെ ഭാഗങ്ങളുടെ ഏരിയ നമ്മൾ വെവ്വേറെ കണ്ടുപിടിച്ചു. മനസ്സിലായില്ലേ എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ ആയെന്ന് മനസ്സിലായല്ലോ. ഞാൻ ഒരു വട്ടം കൂടി പറഞ്ഞാണ്. ഈ ആദ്യം തന്നെ ഈ ബ്രോക്കൺ ലൈനിലെ 2 പോയിന്റ്സ്
ഈ 2 പോയിന്റ്സിൽ ആദ്യം തന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെ ജോയിൻ ചെയ്തു. ഈ ഒരു പീസ് ഒരെനക്കവും പറ്റണ്ട, അത് അവിടെ കിടന്നോട്ടെ. AHSB എന്ന് പറയുന്നിരിക്കുന്ന ഈ ഒരു ഭാഗം അവിടെ കിടന്നോട്ടെ. ഈ ട്രയാങ്കിളിനെയാണ് നമുക്ക് മാറ്റേണ്ടത്. കാരണം എന്താ, അതിലാണ് നമ്മൾ ഈ ബ്രോക്കൺ ലൈൻ വരുന്നത്. ആ ബ്രോക്കൺ ലൈനിനെ മാറ്റിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്നാൽ ഏരിയക്ക് ചേഞ്ച് സംഭവിക്കാനും പാടില്ല. അപ്പൊ ഇതിനെ മാത്രം ഇങ്ങോട്ട് എടുത്തപ്പോ ഇതൊരു ട്രയാങ്കിൾ ആയി. ട്രയാങ്കിളിനായപ്പോ നമുക്ക് സെയിം ഏരിയ വരുന്ന ഒരു ട്രയാങ്കിൾ വേറെ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ എന്താ ചെയ്തത്, ഇതിന് പാരലൽ ആയിട്ട് ഇതിലൂടെ നമ്മളൊരു പാരലൽ ലൈൻ വരച്ചു. അപ്പൊ ഇതിലൂടെ വന്ന് ജോയിൻ ചെയ്തു. ഈ പോയിന്റിൽ നിന്നും വരച്ചപ്പോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, ബേസ് ഈക്വൽ ആവുക, ബേസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടെക്സിലൂടെ ഒരു പാരലൽ ലൈൻ വരച്ചിട്ട് അത് ജോയിൻ ചെയ്യുന്ന ആ പോയിന്റിലേക്ക് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, സെയിം ഏരിയ വരും. അപ്പൊ അങ്ങനെ നമ്മൾ വരച്ചു. അത് ആദ്യം വരച്ചു കഴിഞ്ഞു. ഇനി ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ആകെ കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഫിഗർ, നമുക്ക് ടെക്സ്റ്റില് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫിഗർ എടുത്ത് വരച്ചിട്ട് കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ 3 ഭാഗമായിട്ടാണ് കണ്ടുപിടിച്ചതെന്ന് മാത്രം. ആദ്യത്തെ ഭാഗത്തിന് നമ്മൾ ഇടയിലൊന്ന് കട്ട് ചെയ്തിട്ട് 2 ട്രപ്പീസി ആക്കി, എന്നിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും, പക്ഷെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ?